ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ കട്ടിംഗ് പാർട്ട് ഞാൻ മുന്നത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് സ്റ്റിച്ചിങ് മാത്രമാണ്. സ്റ്റിച്ചിങ്ങിന് നമ്മൾ ആദ്യപടിയായിട്ട് ചെയ്യേണ്ടത് ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ ഒന്നിന് മുകളിലായി അടുത്തത് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ലെങ്ത് ആയിട്ട് തന്നെ ക്രോസ് പീസ് ജോയിൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ബിഗിനേഴ്സിനുള്ള എളുപ്പ വഴിയാണ് ഞാനിവിടെ പറയുന്നത്. ഇതിനെ രണ്ടായി ഇതുപോലെ മടക്കിയിട്ട് ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ സ്റ്റിച്ചിടുക. ഇനി ആവശ്യമില്ലാത്ത പീസുകൾ കത്രിക ഉപയോഗിച്ച് ലെവലാക്കി വെട്ടിയെടുക്കുക. നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഇങ്ങനെ ലെവലാക്കി എടുക്കണം. ഇനിയുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഫ്രണ്ട് പാർട്ട് മാത്രം നമ്മൾ എടുക്കുക യോക്കിൻ്റെ. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പിടിക്കുക. ബിഗിനേഴ്സിന് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുമല്ലോ. ഇനി സെൻറ്ററിൽ കൂടി കട്ട് ചെയ്ത് 2 പീസാക്കണം. ഇനി ഹുക്ക് വയ്ക്കുന്നതിനും ഐ വയ്ക്കുന്നതിനും 2 പീസ് എടുക്കുക. 2 ഇഞ്ച് വീതിയിലുള്ള പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ 1/4 ഇഞ്ച് വിട്ട് പുറത്ത് വെച്ച് തയ്ക്കണം. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിൽ കൂടി പതിച്ചടിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഹുക്ക് വയ്ക്കാൻ വേണ്ടി പട്ടയടിച്ച് കയറ്റത്തില്ലേ, ഇതുപോലെ അടിക്കണം. ഹുക്ക് വയ്ക്കാനുള്ള പട്ട റെഡിയായിട്ടുണ്ട്. ഇനി ഐപ്പട്ട റെഡിയാക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചില്ലേ, ആ പീസ് എടുത്ത് നല്ല വശത്ത് വെച്ച് അടിച്ച് 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ അടിക്കണം. വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് തരുമല്ലോ. ഇനി ഇതിനെ പതിച്ചടിക്കണം. പിന്നെ ഐപ്പട്ട വയ്ക്കുമ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് മടക്കരുത്, തെറ്റാണ്. ഇങ്ങനെ വേണം മടക്കാൻ. ഇതുപോലെ മടക്കിയെടുക്കുക. കുറച്ച് ഭാഗം തള്ളി നിൽക്കണം. ബാക്കി വന്ന എക്സ്ട്രാ ഭാഗം വെട്ടിക്കളഞ്ഞ് നീറ്റാക്കി എടുക്കുക. പിന്നെ 2 ഭാഗങ്ങളും കൂടി കൂട്ടിച്ചേർത്ത് വെച്ച് ഇവിടെ സ്ക്വയർ രൂപത്തിൽ ജോയിൻ ചെയ്തെടുക്കണം. എനിക്ക് തോന്നുന്നു ഹുക്ക് വെച്ചുള്ള പ്ലീറ്റ് നൈറ്റ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇത് തന്നെയാണെന്ന്. ഇനി യോക്കിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. എല്ലാത്തിലും നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ക്രോസ് പീസ് വെച്ചിട്ട് ഈ ഹുക്കും ഐയും വെച്ചിട്ടില്ലേ, ഇതുപോലെ റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ക്രോസ് പീസിൻ്റെ തുമ്പറ്റത്ത് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ വേണം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതിൽ കാണുന്നത് പോലെ ഫുള്ളായിട്ട് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ കട്ടിടണം. സ്റ്റിച്ചിങ് കൊള്ളാതെ വേണം കട്ടിടാൻ. റൗണ്ടായിട്ട് ഫുള്ളും ചെറിയ കട്ടിടുക. ഇനി നമ്മൾ തുമ്പറ്റത്തൊരു 1/4 ഇഞ്ച് വിട്ടില്ലേ, അത് മടക്കി ക്രോസ് പീസും മടക്കി പഴയതുപോലെ സാധാരണ ക്രോസ് പീസ് മടക്കി തയ്ക്കുന്നത് പോലെ തയ്ച്ചെടുക്കുക. ഇത് ഒരു പെർഫെക്ഷന് വേണ്ടിയാണ് 1/4 ഇഞ്ച് തുമ്പറ്റത്തിടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ആദ്യമേ. അതുപോലെ തന്നെ അവസാനിക്കുന്ന ഭാഗത്തും 1/4 ഇഞ്ച് നമ്മൾ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് യോക്ക് പാർട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്റർ പിടിക്കണം. എന്നിട്ട് പ്ലീറ്റ് എടുത്ത് അത് എത്ര വരെ അളവിലാണോ വരുന്നത് അതുവരെ സ്റ്റിച്ച് ചെയ്യുക. ഫ്രണ്ടിൽ 3 ഇഞ്ച് ഇങ്ങനെയും ഇതുപോലെ 3 ഇഞ്ച് അപ്പുറത്തും 3 ഇഞ്ച് ഇപ്പുറത്തുമായിട്ട് അടയാളപ്പെടുത്തിയിട്ട് പ്ലീറ്റ് 3 ഇഞ്ച് കഴിഞ്ഞിട്ടേ പ്ലീറ്റ് ഇടാവുള്ളൂ. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പാർട്ട് ഫൈനലായിട്ട് ഇങ്ങനെ കിട്ടും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ആം ഹോൾ ഇങ്ങനെ കിട്ടും. സ്കേർട്ട് പാർട്ടിൽ കുറച്ച് ആം ഹോളിൻ്റെ പാർട്ടുണ്ടായിരുന്നു, നമ്മൾ കട്ട് ചെയ്തപ്പോഴത്തേക്കും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബാക്ക് യോക്കിലെ പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടെ
സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് നമ്മൾ 3 ഇഞ്ച് വ്യത്യാസം എടുക്കണ്ട, 3 ഇഞ്ച് ഒന്നും എടുക്കണ്ട, സെൻറ്ററിൽ നിന്ന് തന്നെ പ്ലീറ്റ് പിടിക്കാം. യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും കൂടി പ്ലീറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ബാക്ക് പാർട്ട് ഫൈനലി ഇങ്ങനെ കിട്ടും. ഇനി നമുക്ക് പ്ലീറ്റ് ഇട്ട ഭാഗത്തൊന്ന് പതിച്ചടിച്ച് കൊടുക്കണേ. ഈ നൈറ്റിയിൽ ലോക്ക് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളല്ലാതെ ചെയ്യുമ്പോഴത്തേക്കും പുറം ഭാഗത്ത് വെച്ച് വേണം ഡബിൾ സ്റ്റിച്ച് പതിച്ചടിച്ച് കൊടുക്കാൻ. നമുക്കിനി സ്ലീവ് അറ്റാച്ച് ചെയ്യണം. ആ ആം ഹോളുമായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കണം. രണ്ട് വശത്തെ സ്ലീവും അറ്റാച്ച് ചെയ്തെടുക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു പ്രത്യേകത വേണ്ടേ? അതിനുവേണ്ടി നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്കി തയ്ക്കുന്നവരൊക്കെ ചിലവരൊന്നും ഡബിൾ സ്റ്റിച്ച് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു പെർഫെക്ഷനും ആവും, നമുക്കൊരു സമാധാനമാവും. ഇനി എളുപ്പമല്ലേ? സ്ലീവിൻ്റെ അറ്റം തൊട്ട് നൈറ്റിയുടെ ലെങ്ത് വരെ നീട്ടി ഒരു അടി അടിച്ചാൽ മതി. നൈറ്റി സിമ്പിളായിട്ട് കഴിഞ്ഞു. ഇതിന് നമുക്ക് അളവും കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ, ലൂസായിട്ട് കിടക്കുന്നതാണ് നൈറ്റി. പിന്നെ നീളം മാത്രം ഒന്ന് കുറച്ച് ശ്രദ്ധിച്ചാൽ മതി. അതാണ് കസ്റ്റമറിൽ നമ്മൾ വാങ്ങിക്കേണ്ടത്. പിന്നെ സ്ലീവ് റൗണ്ടും നോക്കണം, നീളവും ലെങ്തും നോക്കണം. ബാക്കിയെല്ലാം കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരുപോലൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമുക്കൊരു സ്പെഷ്യാലിറ്റി വേണ്ടേ? അതിന് വേണ്ടി നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പിന്നെയും കസ്റ്റമർ വരാൻ വേണ്ടി ഒരു പ്രവണത ഉണ്ടാവും. നൈറ്റിയുടെ തുണി കീറിപ്പോയാലും നമ്മുടെ സ്റ്റിച്ച് വിട്ടു പോകരുത്, അതേ ഉള്ളൊരു ലക്ഷ്യം. ഇനിയുള്ള കടമ്പയാണ് താഴത്തെ ഭാഗം റൗണ്ടായിട്ട് മടക്കി അടിക്കുക. അത് നമുക്ക് അര ഇഞ്ചായിട്ട് മടക്കി അടിക്കാം. പിന്നെ 3/4 ഇഞ്ച് ആയിട്ട് മടക്കി അടിക്കാം. നമ്മുടെ ഇഷ്ടം, നീളം നോക്കിയിട്ട് ലെങ്ത് നോക്കിയിട്ട് അതിനനുസരിച്ച് അടിച്ചെടുക്കാം. നമുക്ക് ഹുക്ക് വയ്ക്കണം, 2 ഹുക്ക് മതി. പിന്നെ അയ്യും വെക്കണം. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തൊരു ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എളുപ്പമായിരുന്നു. ഐ വെക്കുന്നത് എങ്ങനെയെന്നും ഉള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ആ സ്പീഡിനെ കാണിക്കുകയാണ്, അല്ലെങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. അതുകൊണ്ട് സ്പീഡിനെ കാണിക്കുകയാണ്. ആ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വെറും സിമ്പിളാണ് ഐ വയ്ക്കാൻ. ഫൈനലി നമ്മുടെ പ്ലീറ്റഡ് നൈറ്റി റെഡി ആയിട്ടുണ്ട്. ബൈ ബൈ.